രാഹുൽ മാങ്കൂട്ടത്തിൽ കാസർഗോഡ് അറസ്റ്റിലായി എന്ന തരത്തിൽ വേണം കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ഹോസ്ദുർഗ് കോടതി പരിസരത്ത് വലിയ രീതിയിലുള്ള നാടകീയമായ നീക്കങ്ങൾ നടക്കുന്നു. ഇന്ന് രാവിലെ തൊട്ട് അവിടെ പോലീസ് സന്നാഹമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഒരു 6 മണിക്ക് ശേഷം അവിടെ വളരെ പെട്ടെന്ന് പോലീസിന്റെ ഒരു അധിക സുരക്ഷ, ഡിവൈഎസ്പി തലത്തിലുള്ള ഉദ്യോഗസ്ഥരെല്ലാം എത്തി 2 കവാടങ്ങളിലും വലിയ സുരക്ഷയൊരുക്കുന്നു. അവിടെ എന്തൊക്കെയോ മൂവ്മെന്റ്സ് നടക്കുന്നു. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഒരു വാൻ നിറച്ച് പോലീസിനെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെയെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായിട്ടുണ്ട്. മജിസ്ട്രേറ്റ് കോടതിയിൽ തന്നെ തുടരുന്നുണ്ട്. 5 മണിക്ക് ശേഷം അവിടെ കോടതിയിൽ വന്ന് കീഴടക്കാൻ സാധിക്കില്ല എന്നതാണ് നിയമവശം. അങ്ങനെയെങ്കിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അറസ്റ്റ് ചെയ്ത രാഹുലിനെയും കൊണ്ട് അങ്ങോട്ടേക്ക് വരികയല്ലാതെ ഒരു സാഹചര്യത്തിൽ ഇത്രയും പോലീസിന്റെ ഒരു സന്നാഹം അവിടെ ഉണ്ടാകേണ്ട ആവശ്യമില്ല. അത് ഒരു സാധാരണ യുക്തിയിൽ ഈ നേരത്ത് കോടതിക്ക് പരിസരത്ത് ഇങ്ങനൊരു പോലീസ് സന്നാഹം, പോലീസ് ബന്ദോബസ്ത് ഉണ്ടാവേണ്ട യാതൊരു സാഹചര്യവുമില്ല. അങ്ങനെയെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പോലീസിന്റെ അറസ്റ്റിലായിട്ടുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അറസ്റ്റിലായിട്ടുണ്ട് എന്ന നിഗമനത്തിലേക്ക് തന്നെ നമുക്ക് ഏതാണ്ട് എത്താം. രാവിലെ തൊട്ട് അവിടെ പോലീസ് സാന്നിധ്യമുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു പോലീസ് മൂവ്മെന്റ് ഇപ്പോൾ കാണുന്ന, നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന തരത്തിലൊരു പോലീസ് ബന്ദോബസ്തിലേക്ക്, ഉയർന്ന ഉദ്യോഗസ്ഥർ അടക്കം എത്തിക്കൊണ്ടുള്ള ഒരു ബന്ദോബസ്തിലേക്ക് പോയത് 6 മണിക്ക് ശേഷമാണ്. ഇന്നലെ വൈകിട്ടോടെ രാഹുൽ കാസർഗോഡ് സുള്ളിയിലെ ഒരു ഫാം ഹൗസിലെത്തി എന്ന തരത്തിൽ ഒരു ഡ്രൈവറുടെ മൊഴി വരുന്നു. അതിനുശേഷമാണ് ഇന്ന് രാവിലെ തൊട്ട് ഹോസ്ദുർഗ് കോടതിയിലായിരിക്കും കീഴടങ്ങുക എന്നൊരു അഭ്യൂഹം പ്രചരിക്കുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നത് വരെ കാത്തിരിക്കാം എന്നതായിരുന്നിരിക്കണം ഒരുപക്ഷെ കരുതിയത്. എന്തായാലും കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടു. കോടതി അറസ്റ്റ് തടയുന്ന സാഹചര്യം ഉണ്ടായില്ല. ആ സാഹചര്യത്തിൽ ഒരു അറസ്റ്റ് നടപടി ഉണ്ടായി എന്ന് വേണം മനസ്സിലാക്കാൻ. കൃത്യമായി രാഹുൽ സഞ്ചരിക്കുന്ന വഴികൾ പോലീസ് ട്രാക്ക് ചെയ്തിരുന്നു. രാഹുലിനെ എത്തിച്ച ആളുകളെ പോലീസ് പിടികൂടിയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒരുപക്ഷെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നത് വരെ പോലീസ് കൺവെട്ടത്ത് നിർത്തി എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഈ നാടകീയ നീക്കങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാസർഗോട്ടെ ഹോസ്ദുർഗ് കോടതി പരിസരത്ത് നിന്ന് കാണുന്നത്. KV ബൈജു, ഒരിക്കൽ കൂടി ബൈജു, അവിടെ ഉയർന്ന ഉദ്യോഗസ്ഥരെ കാണാം, ഒരു ബസ് നിറയെ പോലീസ്. ഈ വൈകുന്നേരം ഈ 6:30 നേരത്ത് മറ്റൊരു സാഹചര്യത്തിലും ഇത്ര പോലീസ് അവിടേക്ക് വരേണ്ടതില്ലല്ലോ. തീർച്ചയായും ശ്രീജ, അത് തന്നെയാണ് നമ്മൾ ആവർത്തിച്ച് ഉദ്യോഗസ്ഥരോട് ചോദിച്ചത്. ഇപ്പോൾ കാണുന്നത്, ദൃശ്യങ്ങളിൽ കാണുന്നത് DYSP ആണ്, കാഞ്ഞങ്ങാട് DYSP സുരേഷ് ബാബുവാണ്. അദ്ദേഹം ഇക്കാര്യത്തിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം നമുക്ക് നൽകുന്നില്ല. കൂടുതൽ പോലീസ് ഇവിടുത്തെ സാഹചര്യമുണ്ട്. ഒരു പക്ഷേ ഇന്ന് രാവിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങാൻ എത്തുമെന്ന് പറഞ്ഞപ്പോഴും ഇത്രത്തോളം പോലീസ് ഇവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ വളരെ അപ്രതീക്ഷിതമായി ഏതെങ്കിലും തരത്തിൽ കീഴടങ്ങുന്ന സമയം, അതായത് 5 മണിക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിന് കോടതിയിൽ കീഴടങ്ങാനുള്ള ഒരു അവസരമില്ല. പിന്നെ എന്തിനാണ് ഇത്രയും ഒരു വലിയ പോലീസ് സന്നാഹം ഇവിടെ ഒരുക്കി എന്ന ഒരു ചോദ്യമാണ് ഉയരുന്നത്. ഏതായാലും അറസ്റ്റ് സംബന്ധിച്ച ഒരു ഔദ്യോഗിക സ്ഥിരീകരണം നമുക്ക് ലഭിച്ചിട്ടില്ല. ഇപ്പോഴും അത്തരം കാര്യങ്ങൾ വളരെ രഹസ്യമായി തന്നെയാണ് പോലീസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഒരു ബസ് മുഴുവൻ പോലീസ്, അതോടൊപ്പം ഉന്നത ഉദ്യോഗസ്ഥർ. ഇതുവരെ നേരത്തെ സൂചിപ്പിച്ചത് അതിൽ ഏറ്റവും പ്രധാനമാണ് ഇന്ന് ഇവിടെ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടൽ കീഴടങ്ങുമെന്ന വിവരം ആണ് ലഭിച്ചിരുന്നത്. ആ സമയത്തും ഒന്നുമില്ലാത്ത ഒരു ബന്ദോബസ്ത എന്തിനാണ് ഇപ്പോൾ ഈ പോലീസ് ഏർപ്പെടുത്തിയെന്ന ഒരു ചോദ്യമാണ് വരുന്നത്. പക്ഷേ വളരെ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്ന ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ പോലീസുകാർക്ക്, നമ്മുടെ DYSP ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് ഇത് വിവരം പങ്കുവെക്കാൻ അറസ്റ്റ് എന്ന വിവരം തന്നെയാണ് നമുക്കിപ്പോഴും കിട്ടുന്നത്. പക്ഷേ അത് ഒരു ഔദ്യോഗിക സ്ഥിരീകരണമല്ല. ഔദ്യോഗിക സ്ഥിരീകരണം എന്തായാലും ലഭിക്കേണ്ടതുണ്ട്. കാരണം വളരെ പ്രധാനപ്പെട്ട പോലീസ് വലവിരിച്ച് പല സംസ്ഥാനങ്ങളിൽ അന്വേഷിച്ച് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യം, അങ്ങനെ വലിയ തോതിലുള്ള ഒരു കേസ്. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം. ഉന്നത ഉദ്യോഗസ്ഥർ, എന്തുകൊണ്ട് ഈ രാവിലെ മുതൽ ഉദ്യോഗസ്ഥർ ആരും എത്താതെ ഇരുന്നതും ഇപ്പോൾ ഇത്രയും വലിയൊരു പോലീസ് ബന്ദോബസ്ത ഇവിടെ ഏർപ്പെടുത്തിയെന്ന ഒരു സംശയമാണ്. അത് അറസ്റ്റ് ആയി എന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ വരുന്നത്. പക്ഷേ അത് ഒരു പക്ഷേ കൂടുതൽ പരിശോധന ഉൾപ്പെടെ, ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ ഇനി ഉണ്ടാവുമ്പോൾ വളരെ പെട്ടെന്ന് കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷം ഒരു പക്ഷേ അന്വേഷണ സംഘത്തിന് കൈമാറാനായിരിക്കും തീരുമാനമുണ്ടാകുക. എന്നാലും ഇതുവരെ അങ്ങനെ ഒരു അറസ്റ്റ് സംബന്ധിച്ച് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇതിപ്പോൾ ഹോസ്ദുർഗ് കോടതി സമുച്ചയമാണ്.
ഇവിടെയാണ് ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ നമ്മൾ ഉണ്ടായിരുന്നത്. പക്ഷേ പോലീസ് സംവിധാനം ഇത്രത്തോളമൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്തൊന്നും. ഇപ്പോൾ വളരെ പെട്ടെന്ന് നാടകീയമായ ഈ നീക്കങ്ങൾ നടത്തുന്നതിന് പിന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായ ഒരു സൂചനയിലേക്കാണ് നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. കോടതിയുടെ പ്രധാന ഗേറ്റ് ഇപ്പോൾ അടച്ചിട്ടുണ്ട്. ആൾക്കാരൊക്കെ പുറത്തേക്ക് മാറ്റിയ ഒരു സാഹചര്യം കൂടി ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. അത്തരം നീക്കങ്ങൾ കൂടി പോലീസിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നു. വലിയ ബന്ദോബസ്ത് ഉണ്ടാക്കിയിരിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ ആളുകളുടെ ഭാഗത്തു നിന്നും അങ്ങനെ അറസ്റ്റിലായിട്ടുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇങ്ങോട്ട് എത്തിക്കുമ്പോൾ അത് പ്രതിഷേധങ്ങളൊക്കെ ഉയരാൻ സാധ്യതയുണ്ട്. കാരണം നേരത്തെ തന്നെ BJP പ്രവർത്തകർ ഉൾപ്പെടെ ABP പ്രവർത്തകർ ഉൾപ്പെടെ ഇവിടെ തമ്പടിച്ചിരുന്നു. ഒരു ചെരുപ്പുമാലയൊക്കെ അണിയുമെന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷെ അങ്ങനെ ഒരു പ്രതിഷേധമുണ്ടായാൽ അത് നേരിടാൻ വിധത്തിലുള്ള ഒരു സുരക്ഷയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ കാസർഗോഡ് ജില്ലയിലെ രാജപുരത്തിനോ അല്ലെങ്കിൽ അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിലോ അറസ്റ്റിലായോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അത്തരത്തിലുള്ള നീക്കങ്ങളാണ്, നാടകീയ നീക്കങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നൊരു പകൽ മുഴുവൻ കീഴടങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. അത് കൃത്യമായ ഓരോ വിവരങ്ങളും നമ്മൾ നൽകിക്കൊണ്ടേയിരുന്നു. പക്ഷേ വളരെ പോലീസിന്റെ പഴുതടച്ചുള്ള പരിശോധന ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് ഇവിടെ എത്താൻ സാധിച്ചില്ല എന്ന് വേണം കരുതാൻ. പിന്നീട് എവിടെയെങ്കിലും വെച്ച് ഈ വാഹന പരിശോധനയ്ക്കിടയിൽ അറസ്റ്റിലായോ, അതാണ് പ്രധാനമായി പറയേണ്ടത്. ഏതായാലും ഹൈക്കോടതിയിൽ ഈ മുൻകൂർ ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയില്ല എന്ന നിയമോപദേശം കിട്ടില്ല എന്ന് ലഭിക്കില്ല എന്ന നിയമോപദേശം ലഭിച്ചിരുന്നു. അതോടുകൂടി കീഴടങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ടായിരുന്നു. പക്ഷേ കീഴടങ്ങാൻ എത്തുമ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തോ എന്നാണ് അറിയേണ്ടത്. ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ ഏതാനും മണിക്കൂറുകൾക്ക് തന്നെ ഇതിന്റെ സ്ഥിരീകരണം ഉണ്ടാകും. പോലീസിന്റെ നീക്കങ്ങൾ അങ്ങനെയാണ്. ഏതായാലും ഇവിടെ കോടതിയിലേക്ക് എത്തിക്കാനാണ്. അങ്ങനെ അറസ്റ്റിലായെങ്കിൽ ഈ കോടതിയിൽ തന്നെയാണ് എത്തിക്കേണ്ടത്. അമ്പലത്തറ, രാജപുരം ഈ രണ്ട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ എവിടെയെങ്കിലുമായി ഉണ്ടാവും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് തന്നെയാണ് രാവിലെ മുതൽ ഉയർന്നു വന്ന കാര്യങ്ങൾ. ഏതായാലും സൂചനകൾ നമുക്കിപ്പോൾ ലഭിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ കാസർഗോഡ് ജില്ലയിൽ നിന്നും അറസ്റ്റിലായിരിക്കുന്നു. കർണാടകയിലെ സുള്ളിയിലേക്ക് ഇന്നലെ രാത്രി എത്തി ഫാം ഹൌസിൽ താമസിച്ച് കോടതിയിൽ ഇന്ന് കീഴടങ്ങാൻ ഉദ്ദേശിച്ചിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നെന്ന ഒരു സൂചനയിലേക്ക് തന്നെയാണ് ഈ ഒരു തത്സമയ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് കാട്ടിത്തരുന്നത്. അത്രത്തോളം ആളുകളും പോലീസും ഇവിടെ സംവിധാനങ്ങളും ഒരുക്കിയ സാഹചര്യമാണുള്ളത്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. ഇന്ന് രാവിലെ എന്തുകൊണ്ട് ഇത്രത്തോളം പോലീസ് സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന ചോദ്യമാണ്. BJP ഉൾപ്പെടെ വലിയ പ്രവർത്തകർ ഇവിടെ കടിച്ചുകൂടിയിട്ട് കൂടുതൽ പോലീസുകൾ എത്തിയിരിക്കുന്നു. അത് രാവിലെ ഒന്നും കാണാത്ത രീതിയിലുള്ള അത്രത്തോളം പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. CI റാങ്കിലുള്ള ആളുകളും ഉദ്യോഗസ്ഥരും ഒക്കെ ഇപ്പോൾ വന്നിരിക്കുന്നു. അത് ഒരുപക്ഷെ ഇത് നമ്മൾ പകലൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങാൻ വരുമെന്ന് പറയുമ്പോൾ ഇത്രത്തോളം പോലീസ് സുരക്ഷ കണ്ടിരുന്നില്ല. ഇത് കാഞ്ഞങ്ങാടാണ്, ഹോസ്ദുർഗ് കോടതി സമുച്ചയമാണ്. അതിന് മുൻവശമാണ്. അതിന് ഗേറ്റ് ഇപ്പോൾ അടച്ച് അതിനകത്തുണ്ടായിരുന്ന പുറത്തു നിന്നുള്ള പൊതുജനങ്ങളെയൊക്കെ ആളുകളെയൊക്കെ പുറത്തേക്ക് ആക്കിയിരിക്കുന്നു. കൂടുതൽ പോലീസിലെ എത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാലും സൂചനകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായതാണ് രീതിയിലാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാലും അല്പസമയത്തിനകം തന്നെ ഇതിനൊരു സ്ഥിരീകരണം ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ കോടതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്രീജ, ബൈജു, നേരത്തെ അവിടെ പ്രതിഷേധിക്കാൻ തയ്യാറായി നിന്നിരുന്ന ആളുകളൊക്കെ ഇപ്പോഴും അവിടെയുണ്ട്. അതായത് ഈ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലുള്ളവർ പ്രതീക്ഷിക്കുന്നുണ്ടോ രാഹുലിനെയും കൊണ്ട് അങ്ങോട്ടേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായും ആ രീതിയിലെ ആളുകൾ തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ശ്രീജ, കൂടുതൽ നമുക്ക് BJP പ്രവർത്തനമാണെന്ന് നേരത്തെ രാവിലെ മുതലേ ഉണ്ടായിരുന്നത്. അത്തരം ആളുകൾ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഒരുപാട് വാഹനങ്ങൾ ഒരുപക്ഷെ